ഹലോ ഫ്രണ്ട്സ്, കുറേ നാളിന് ശേഷം നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വെണ്ടയ്ക്ക അവിയലാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അവിയൽ തയ്യാറാക്കാൻ വേണ്ട സാധനങ്ങൾ: ഒരു 10 വെണ്ടയ്ക്ക നീളത്തിൽ കനം കുറഞ്ഞരിഞ്ഞത്, 2 പച്ചമുളക്, 2 സവാള നീളത്തിലരിഞ്ഞത്. ഇനി ഒരു കടായിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി മാറുമ്പോഴത്തേക്ക് ഒരു 2-3 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. മുളകൊന്ന് മൂത്ത് തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്രഷായിട്ട് കറിവേപ്പില എണ്ണയിൽ ആദ്യം തന്നെ കറികളിൽ ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കരിയാതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. തീ നല്ലതുപോലെ ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്ക് സവാളയൊന്ന് വഴറ്റിയെടുക്കണം. വെണ്ടയ്ക്ക കൊണ്ട് ഒരുപാട് റെസിപ്പീസ് ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ എനിക്ക് അഭിപ്രായം കിട്ടിയത് വെണ്ടയ്ക്ക മോരുകറിയും അങ്ങനെ ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ വെണ്ടയ്ക്ക തോരൻ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഈ സൈഡിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാത്തവരെ കയറി കാണുക. നല്ല ടേസ്റ്റുള്ള കറികളാണ്. നമ്മുടെ ഈ അവിയലിന് നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ അരമുറി തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഉലുവാപ്പൊടിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ബാക്കി തേങ്ങയും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇനി ഒരു 5 കൊച്ചുള്ളിയും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ എന്താ സവാള ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഇളക്കി കൊടുക്കാൻ. വെണ്ടയ്ക്കയിൽ ഒരു കിളുകിളുപ്പുണ്ട്, അതൊക്കെ ഒന്ന് മാറി വരണം. ഒന്ന് ഡ്രൈ ആയി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് വെണ്ടയ്ക്കയൊക്കെ നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി അതിൻ്റെ കിളുകിളുപ്പൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ചെറിയ 2 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ തക്കാളിയാണെങ്കിൽ 1 തക്കാളി ചേർത്താലും മതി. പിന്നെ പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ക്രമീകരിക്കുക കേട്ടോ. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയിൽ നിന്ന് ചെറിയ വെള്ളമൊക്കെ ഒന്ന് വന്ന് തുടങ്ങട്ടെ. എന്ന് പറഞ്ഞാൽ തക്കാളി അങ്ങ് ഉടഞ്ഞു മാറുമൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് അരപ്പ് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ എന്താ തക്കാളിയിൽ നിന്ന് ജസ്റ്റ് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങ, 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഉലുവാപ്പൊടി, 5 ചുവന്നുള്ളി, കറിവേപ്പില, ഇത്രയും കൂടെയാണ് നമ്മൾ ചതച്ചെടുത്തത്. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മിക്സി കഴുകിയ കുറച്ച് വെള്ളവും 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് തട്ടിപ്പൊത്തി വെക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിനനുസരിച്ചുള്ള കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ വെണ്ടയ്ക്ക അവിയൽ റെഡിയായിരിക്കുകയാണ്. ഇതൊരു വെറൈറ്റി അവിയലിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതുപോലുള്ള നല്ല റെസിപ്പീസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.